ജീവിക്കാനുള്ള വെപ്രാളം നമുക്ക് ഉണ്ടാവുമല്ലോ. ഇവർക്കൊക്കെ വേറെ വല്ല പാത്രം കഴുകാനും പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോട്ടലോ വല്ലതായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം. ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി. ഞാൻ 1.5 മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ്. പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം എൻ്റെ മനസ്സൊക്കെ പോയടോ. മനസ്സൊക്കെ എൻ്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എൻ്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുക, വീട്ടിൽ പോവുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. വർക്കിന് പോകുന്ന ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് ബി പി അടിക്കും. എന്നിട്ട് പോയി ഒരു ICUവിൽ 1-2 ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ചു വരും. മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ ഇരുന്ന് എന്നെ കാണാൻ ടൈമിൽ അമ്മ ഒന്നെന്ന് പറയും, എന്താന്ന് വെച്ചാൽ വന്നോ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ പോകുമെന്നറിയാം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എന്തിനേയും എന്ത് പ്രശ്നങ്ങളെയും യാതൊരു മടിയും കൂടാതെ വളരെ ധൈര്യത്തോടു കൂടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ചേച്ചിക്ക് എപ്പം മുതലാണ്, എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത്? ധൈര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ജീവിക്കാനുള്ള വെപ്രാളം നമുക്ക് ഉണ്ടാവുമല്ലോ. ജീവിച്ചേ മതിയാവുള്ളൂ. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ. നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ധൈര്യം സംഭരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യം വരും സ്വാഭാവികമായിട്ട്. ചെറുപ്പം മുതലേ ചേച്ചി പൊതുവെ ഭയങ്കര ധൈര്യമുള്ളൊരു കുട്ടിയായിരുന്നോ? അതോ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മളെല്ലാവരും പലതും പഠിക്കും അല്ലേ? ആ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച് അങ്ങനെ ആർജിച്ചെടുത്ത ഒരു ധൈര്യമാണോ നിഷ സാരംഗ് എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ളത്? എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വന്ന ടൈമിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്തിരുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ മിണ്ടില്ല. ഓട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് ചേച്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ചേച്ചി ഇതായിട്ടൊക്കെ പലതും വന്ന് സംസാരിച്ച് പോകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തോ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ചേച്ചി, നമ്മുടെ ഇപ്പം എൻ്റെ കുടുംബത്തിലാണെങ്കിലും ചേച്ചിയുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സെറ്റിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ എപ്പോഴും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും അതെപ്പോഴും വലിയ ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവമൊന്നും ശരിക്കും മനസ്സിലാവില്ല. അവരത് വല്ലാണ്ട് വിഷമിപ്പിക്കും അല്ലേ? ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സെറ്റിലും കുറച്ച് കുട്ടികളുണ്ട്. അവരെ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമോ? പിന്നെ ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളില്ലാത്തപ്പോൾ ഒരു വിഷമം അവർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ അത് ചിന്തിച്ചാൽ വിഷമം നമുക്കും ഉണ്ട്, ഇല്ലയെന്നില്ല പറയാൻ പറ്റുമോ? നമുക്കും വിഷമമുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് നമുക്ക് ജീവിക്കണം, അന്നം വേണം, ജോലി എടുക്കണം അല്ലേ? തൊഴിൽ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും കാശ് കിട്ടില്ല. തൊഴിൽ ചെയ്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഏതൊരു യൂട്യൂബർ പറഞ്ഞതാണ്, ഇവർക്കൊക്കെ വേറെ വല്ല പാത്രം കഴുകാനും പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോട്ടലോ വല്ലതായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം. ഒരു ഡോർ അടച്ചു എന്ന് വെച്ചിട്ട് എല്ലാം ഇതാവില്ല. അതാണ് എനിക്ക് മറ്റേ സൈഡിൽ നമുക്ക് വേണ്ടി. അതെ പുള്ളി ഇങ്ങനത്തെ യൂട്യൂബർമാർ പറയണ കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും സത്യം പറഞ്ഞാൽ, ഇല്ലേ? ശരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസമില്ല കേട്ടോ, ഇപ്പോൾ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു. കാരണം 1 മാസം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റുള്ളായിരുന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം എണീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ അതിനു മുന്നേ ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി. ഞാൻ മൊത്തത്തിൽ ഇതായിപ്പോയായിരുന്നു ഞാൻ. അപ്പോൾ അത് ഒരു 1.5 മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ അത് അത്രയധികം വിഷമിപ്പിച്ചിട്ട് ഡിപ്രഷനിലേക്ക് പോവാം. പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു 1 2 3 ഒരു 4-5 പടം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ കുറേ 2 ബാലൻസ് ഉണ്ടായിരുന്നു, നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ തുടങ്ങി, അത് ഞാൻ ചെയ്തു തീർത്തു. പിന്നെ ഒരു 3 പടം വേറെ പുതിയത് 3 ഫിലിം ചെയ്യാനുണ്ടായിരുന്നു അതിന് ശേഷം. ആ 3ഉം ടപ്പേന്ന് എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒരു ഡേറ്റും വെച്ചു. അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ. അപ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു 3 മാസം അങ്ങനെ അങ്ങ് പോയി. 3 മാസം ഇങ്ങനെയും പോയി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ 7 മാസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. 7 മാസമായി. 7 മാസം കഴിഞ്ഞു. 7 മാസമായി. അപ്പോൾ 3 മാസം കൊണ്ട് ആ പടവും തീർത്തു. ആ 3-4 പടം ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇതെല്ലാം പെൻഡിങ് ഉള്ള പടം അതും തീർത്തു. നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. വേദന ഉണ്ടായിരുന്നു, നല്ല വേദനയായിരുന്നു. ഈ ഉറങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു. പോയി അഡ്മിറ്റായി. അങ്ങനെ അത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ 10-21 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. പിന്നെ വന്ന് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇനി ബെഡ് റെസ്റ്റ് ഒക്കെ മാറി ചേച്ചി എല്ലാം ആരോഗ്യവതിയായിട്ട് പൂർണ്ണമായിട്ട് എണീറ്റ് വരുന്ന കഴിയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറേ നല്ല സിനിമകൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചേച്ചിക്ക് നല്ല ഡൈവേർഷൻസ് കിട്ടും. വേറെ സീരിയലുകളായിക്കോട്ടെ, വേറെയും ഇല്ല, പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ് അല്ല, അതിപ്പോൾ അവർ തുടങ്ങാനിരുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരു ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിടക്കുമ്പോഴാണ് വേദന. അല്ലാണ്ട് എനിക്ക് നിൽക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കിടക്കുമ്പോഴാണ് വേദന ഹെവി. അപ്പോൾ അതുകൊണ്ട് പകൽ എനിക്കിഷ്ടമായിരുന്നു. രാത്രി ആകുമ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങും. കാരണം കിടക്കുമ്പോൾ എനിക്ക് വേദന വരും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവർ ഇങ്ങനെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഒരു 1-2 മാസം എനിക്ക് തരുകയാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഞാൻ 1 മാസം ചോദിച്ചുള്ളൂ അവരുടെ അടുത്ത്, 1 മാസം റെസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം. അപ്പോൾ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അഡ്മിറ്റ് ചെയ്യുന്ന അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. അയ്യോ, അതാണ് നമുക്കിപ്പോൾ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവരോട് നമ്മൾ പിന്നെയും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി. 1 മാസമൊന്നും എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടിയില്ല. ഇപ്പോൾ ഇന്നത്തേക്ക് 24 ദിവസമായിട്ടുള്ളൂ. ഇരിക്കുമ്പോഴും ചെറിയ വേദനയുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവരോട് തുടങ്ങണത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. 1 ദിവസം പോയി ഞാൻ അവിടെ. ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പോയി. അതിൻ്റെയാണ് ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട്. കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു ഇച്ചിരി എടുക്കണമായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് പോയി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിപ്പോൾ പറയണില്ല എന്താണെന്ന്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അത് വരുമെന്ന് ഞാനിപ്പോൾ അതുകൊണ്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പറ്റും ചേച്ചി, അതാണ് പ്രശ്നം. പറ്റും. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം മനസ്സിനെ വിഷമിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് മറക്കാനും പറ്റും. അല്ല, അത് ഇന്ന് നമ്മളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു, ഇന്നലെയും പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 21 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇതുണ്ട്, ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിനി എപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നും ഡോക്ടർ പറഞ്ഞത് അനങ്ങരുതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കണേ. അപ്പോൾ അതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് അനങ്ങാത്ത എന്തെങ്കിലും നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും അത് നമുക്ക് പറ്റും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ച് അതെങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഒരു പ്രശ്നമാണ്. നോക്കാം, നമുക്ക് ഞങ്ങളും പ്രാർത്ഥിക്കാം ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് അവർ വെയിറ്റ് ചെയ്യട്ടെ. 1 മാസം കൂടെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതെന്തുമായിക്കോട്ടെ, അവർക്ക് നിശ്ചയിച്ച് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ. അവർ 1 മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്രഷായിട്ട് നന്നായിട്ട് ചേച്ചിക്ക് ആ പ്രൊജക്റ്റിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അതെന്താണ് ചേച്ചി ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത്. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ജോലി ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പഴകി അവരൊക്കെ ആയിട്ട് അടുത്ത് കഴിയുമ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻ മാത്രമായിരിക്കില്ല അവരായിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ അവരായിട്ട് നമ്മൾ അടുക്കും, നമ്മുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകും, അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ ഒരാളെ പോലെ തന്നെ, അത് ഏത് ജോലി സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും അതെ, നമ്മൾ ഫാമിലീനെ പോലെ അവരെ കണ്ടുപോകും അല്ലേ. പക്ഷേ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ നിർത്തണം, അവരെ നമ്മുടെ പേഴ്സണൽ റിലേഷനിലേക്ക് കൊണ്ടുപോകുകയേ വേണ്ട, അത് ശരിയാവില്ല എന്ന് എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഒരാളും എൻ്റെ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുക, വീട്ടിൽ പോവുക,
വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. വീടും വർക്കും തമ്മിൽ, വീട്ടിലെ വർക്കിന് പോകുന്ന ആൾക്കാരോ വീടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഓ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 9 വർഷമല്ലേ, ഞാനിപ്പോൾ 26 വർഷമായില്ലേ വന്നിട്ട്. ഈ 26 വർഷത്തിൽ ഇത് ചെയ്യുന്നതിന് മുന്നേ വരെ, ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ വരെ, ഈ 9 വർഷത്തിന് ബാക്ക് എൻ്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ല, ഞാനും പോകാറില്ല, ആരുമായിട്ടൊരു ബന്ധവുമില്ല. വീട്ടുകാരും എൻ്റെ പ്രൊഫഷണൽ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, ഏതാണ്ട് ഇത് തുടങ്ങി ഒരു വർഷമോ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാരായിട്ടൊക്കെ കണക്ഷൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം എല്ലാവരുമായിട്ട്, പിന്നെ കുട്ടികളൊക്കെ ലൊക്കേഷനിൽ വരും, അങ്ങനെ ഇവരുമായിട്ട് അടുത്തു. അങ്ങനെ അവരുടെ ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിൽ വരാറുണ്ട്, അവരുടെ റിലേറ്റീവ്സും ഫാമിലി അവരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്, കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആയിട്ട് നല്ല ബന്ധമായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ പ്രൊഫഷൻ വേറെ, ഫാമിലി വേറെ ആകുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് നല്ലത്. നമ്മളെപ്പോഴും നമ്മളെ വീടും പ്രൊഫഷനായിട്ട് ബന്ധം വെക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളത് ഒരു സ്വാതന്ത്ര്യം, അത് എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എപ്പോഴും. ഓക്കെ. ഇപ്പം ഇതൊക്കെ പറഞ്ഞപ്പം ചോദിക്കുക, കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലാത്ത പാർക്കുട്ടിയുടെ കാര്യമാണ്. പാർക്കുട്ടിയും ചേച്ചിയും തമ്മിൽ എത്രയോ നല്ല ബന്ധവും അടുപ്പമാണ്. അപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ ചേച്ചി പോയില്ലെങ്കിൽ പാർക്കുട്ടിക്ക് ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇടാം നമുക്ക്. എനിക്ക് അതൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളെ നമുക്ക് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയേക്കാം. ഓക്കെ, എന്താണ്, ഓക്കെ, നമുക്കതെല്ലാം വിടാം. ചേച്ചി സിനിമയിലൂടെയും സീരിയലിലൂടെയൊക്കെ ആയിട്ട് എത്ര കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാകും, ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വന്നല്ലോ, ചില ക്യാരക്ടർ റോളിന് ഒരു സിമിലാരിറ്റി ചിലപ്പോൾ തോന്നുമായിരിക്കാം. കാരണം നിരവധി എത്രയോ എണ്ണമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെയും ചിലപ്പോൾ ആ കഥാപാത്രം അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണല്ലോ, ഞാൻ ഇതിലേക്ക് ഈ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്കത് ഇനിയും ചെയ്യണം, ഇത്തരത്തിലുള്ള അങ്ങനെ ചേച്ചീനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ കഥാപാത്രങ്ങൾ അതെന്താണ്? എനിക്ക് ലോനപ്പൻ്റെ മാമോദീസ ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. മേപ്പടിയാൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. പ്രകാശം പറക്കട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളൊന്നാണ്. കപ്പളയിലെ കഥാപാത്രം കുഴപ്പമില്ല. എന്നാലും ഇത് ഈ മറ്റുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പം പറഞ്ഞ പടങ്ങൾ നല്ലതാണ്. പിന്നെ ഒരു പഞ്ചവത്സര പദ്ധതി അടുത്ത അതൊരെണ്ണം ചെയ്തു. എല്ലാം നല്ലത് തന്നെയാണ്. എനിക്കൊണ്ട് ഡിഫറെൻ്റ് ഒരു അമ്മയായിരുന്നു ചെയ്തതൊക്കെ. ഏറ്റവും ഇഷ്ടം ഏതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്തത്. അങ്ങനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റുന്നത് അല്ല, എല്ലാം ഏറ്റവും ഇഷ്ടം തന്നെയായിരുന്നു. ഒരേ സമയത്ത് 9 സിനിമകൾ ചേച്ചി ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. 9 സിനിമയല്ല, സീരിയല്. 9 സീരിയലുകളാണല്ലേ ഒരുമിച്ച് ഒരേ സമയത്ത് ചേച്ചി ചെയ്തു. രാത്രി 2 മണിക്കും ഒരു സെറ്റിൽ പോയി ചെയ്തു, അവിടുന്ന് വരുന്നു. അപ്പൊ അതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ചേച്ചി ഇങ്ങനെ പല 9 സീരിയലുകളും 9 കഥാപാത്രങ്ങളല്ലേ? അല്ല, 9 കഥാപാത്രങ്ങളാണ്. പക്ഷേ നമ്മളത് പല ദിവസങ്ങളിലായിട്ടല്ലേ ചെയ്യണേ. അതൊന്നും പ്രശ്നമില്ല, ഞാൻ പ്രസന്റ് ഉണ്ട് അവിടെ. ഓക്കെ, പ്രസന്റ് ഉണ്ട്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തുനിന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രസന്റിൽ ഞാനുണ്ട്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിൽ ഞാൻ 100% ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഞാനത് ശ്രദ്ധിക്കണേ ഉണ്ടാവില്ല. അത് പലപ്പോഴും അപകടവും പറ്റിയിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവര് വിചാരിക്കണത് തന്നെ നമുക്ക് അഹങ്കാരമാണ്, അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്തില്ല. ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാന്ന് പറയണത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോ ഒരു സ്ഥലത്തിരുന്ന് ഇപ്പൊ വർക്ക് ചെയ്യണു, ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും ഇല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. എല്ലാ കാര്യവും അവസാനമായിരിക്കും ഞാൻ അറിയണത്. കാരണം വെച്ചാൽ ഞാൻ ചില ആൾക്കാരുണ്ട് ഇവിടെ ഇരുന്ന് പഠിക്കുകയോ എഴുതുമായിരിക്കും, ചെവി അപ്പുറയായിരിക്കും അവിടെ. ഇപ്പത്തെ കുട്ടികൾ എങ്ങനെയാ, ഒരു ഇംഗ്ലീഷ് പാട്ടും കേട്ട് പാട്ട് കേൾക്കും, പാട്ട് കേട്ടോണ്ടാണ് നോട്ട്സ് എഴുതുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പത്തെ ചില കുട്ടികളൊക്കെ. പാട്ടും കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുണ്ട്. എന്റെ ഇളയ മോള് പാട്ടും കേട്ടോണ്ടാ പഠിക്കണം. കണ്ടാ, അവളെ പാട്ടും കേട്ടോണ്ടാ പഠിക്കണേ. ഞാൻ പക്ഷെ അങ്ങനെയില്ല, എനിക്ക് ചെയ്യണത് എന്താണോ അത് മാത്രമാണ് ചെയ്യണുള്ളൂ.
പിന്നെ പറ്റും എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫോൺ വന്നു, അപ്പൊ ഫോൺ ഇങ്ങനെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കണു, അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. ജോലി അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അപ്പൊ നമ്മൾ പറയുന്നതിൽ ചിലപ്പോ ഇത് മിസ്റ്റേക്ക് ഉണ്ടാവും. കോൺസെൻട്രേഷൻ എവിടേക്കോ ഒന്ന് പോകും, കൈമുറിയും ചിലപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കൈമുറി. അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത്. എന്നെ അറിയുന്നവർക്ക് അതറിയാം, മനസ്സിലാവും അത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചേച്ചി 9 സീരിയലുകൾ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതും വളരെ ചുരുക്കം ആക്ടേഴ്സിന് കിട്ടുന്ന ഭാഗ്യമാണ്. അറ്റ് എ ടൈം ഇത്ര സീരിയൽസ് അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയണത്. 9 സീരിയൽ ചെയ്യണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ സിനിമയും ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ എവിടെ എങ്ങനെ ഇടയ്ക്ക് ഡേറ്റ് പ്രശ്നവും എല്ലാം കൂടി തമ്മിൽ ഒരിടത്ത് ഇതാവും. ശരിയാ, ഡേറ്റ് പ്രശ്നമായിട്ട് പിന്നെ അവസാനം BP അടിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഒരു കിട്ടിയ പൈസ കുറെ പൈസ ഹോസ്പിറ്റലിൽ ഒറ്റടിക്ക് കൊടുത്തിട്ട് പോരും. ICUലൊക്കെ ആയിട്ടുണ്ട്. ആണോ? BP അടിച്ച് 2-3 പ്രാവശ്യം ആലോചിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ ഡേറ്റ് കൊടുക്കാം. ഡേറ്റിന്റെ പ്രശ്നം ഇത് കൺഫ്യൂഷൻ ആവില്ല, എല്ലാം കൂടെ അങ്ങോട്ട് ക്ലാഷ് ആയിട്ട് അവസാനം ഒരാൾക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റൂല അവസാനം. സീരിയലാണ് സംഭവം എങ്കിൽ പോലും സിനിമയാണെങ്കിൽ ഒന്നും പറ്റില്ല, കാരണം അവർ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിലായിരിക്കുമല്ലോ അത് ഫിക്സ് ചെയ്തത്. സീരിയലിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്കിൽ പോലും അവർക്ക് കഥ മാറ്റിയൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സീരിയലാണ് സംഭവം. സീരിയലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പുറത്ത് മാറ്റി എഴുതി വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് BP അടിക്കും. എന്നിട്ട് പോയി ഒരു ICUവിൽ 1-2 ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ? MAJ ഹോസ്പിറ്റലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൽ മെഡിക്കൽ സെൻറ്ററിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും അടുത്ത സീരിയൽ വരുമ്പോൾ വീണ്ടും ഡേറ്റ് കമ്മിറ്റി കൊടുക്കും. കാരണം ഒരു വർക്കും വീടില്ലായിരുന്നു. കാരണം എനിക്ക് വീട് വെക്കണ വീടിന്റെ പണി അടക്കായിരുന്നേ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ഈ വീട് പണി നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഞാനത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ടൈമിൽ എനിക്ക് അത്രയും സീരിയൽ വന്നത് എനിക്ക് അതുകൊണ്ട് ആ പണി എനിക്ക് വലിയ കടമൊന്നും ഇല്ലാണ്ട് വീട് വെക്കാൻ പറ്റും. ചേച്ചിയുടെ പ്രാർത്ഥന, ചേച്ചി വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്. ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനെ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് വിളി കേട്ടപ്പോൾ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ ഒരുമിച്ച് കുറേ വർക്കുകൾ ചേച്ചിക്ക് തന്നതാണ് വീടെന്ന് പറഞ്ഞ് സ്വപ്നം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സത്യം. അത് ഇത്രയധികമൊക്കെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എവിടേക്കോ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കൊന്ന് വന്നതാണ് BP ഒക്കെ കൂടാനുള്ള കാരണം. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെക്കാൻ പറ്റും. ഞാൻ റെസ്റ്റ് എടുക്കൂലായിരുന്നു ആ ടൈമില്. വീട്ടിൽ മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ ആയിരുന്നു എന്നെ കാണുന്ന ആ ടൈമില്. അമ്മ ഒന്നെന്ന് പറയാം എന്താന്ന് വെച്ചാല് എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പോകുമെന്നറിയാം. വന്ന് കയറി പെട്ടിയും പാക്ക് ചെയ്ത് അടുത്ത സെറ്റിൽ പോകുന്നറിയാം. അപ്പൊ അത് കുറച്ച് വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആ വീട് പണി തീർക്കണമല്ലോ അങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷം അങ്ങനെ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം അപ്പൊ ചേച്ചിക്ക് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? കൂടുതലും തിരുവനന്തപുരം തന്നെയായിരുന്നു. അപ്പൊ ആ യാത്രയും കൂടെ വരുമായിരുന്നു എറണാകുളത്ത് നിന്ന്? പിന്നെ ഉണ്ടായിരുന്നു ഒരു സീരിയൽ വടകര ഉണ്ടായിരുന്നു. പിന്നെ 2 സീരിയൽ ഒന്നോ രണ്ടോ സീരിയൽ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് പറഞ്ഞുണ്ടായിരുന്നു. വടകര, ചാലക്കുടി, എറണാകുളം, തിരുവനന്തപുരം. ഇങ്ങനെയുള്ള യാത്രയും ഓരോ സെറ്റും. അതാ. പക്ഷെ അന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഏജ് അല്ലേ, ഇതെല്ലാം പറ്റുമായിരുന്നു. ഇപ്പൊ പറ്റൂല. ഇപ്പൊ പറ്റില്ല തോന്നുന്നല്ലേ ചേച്ചി? ഒരേ സമയത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ 2-3 കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ചെയ്യാൻ തോന്നും. ചേച്ചി ചെയ്യും. ഇപ്പൊ എന്റെ മനസ്സൊക്കെ പോയിടോ. മനസ്സൊക്കെ എൻ്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല. അതൊക്കെ വരും ചേച്ചി. നമുക്ക് നല്ലൊരു കൗൺസിലിംഗ്, ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ കൗൺസിലിംഗ് 2 മാസം ചെയ്തിട്ട് ഞാൻ ഓക്കെ ആയിട്ടില്ല. ഇനിയും വരും. അങ്ങനെയൊക്കെ സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇതാവാൻ കിട്ടില്ല ചേച്ചി. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വിൽ വർക്ക്. അതിൽ മാജിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടുക. നമുക്കെല്ലാം പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇന്ന് തന്നെ പോയിട്ട് അടുത്ത ആഴ്ച എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് പോകുന്നത്. കുറച്ച് സമയം നമ്മുടെ മനസ്സ് ശരിയാവാനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളോടെ ചേച്ചിക്ക് ശരിക്കും യു ക്യാൻ മേക്ക് വണ്ടേഴ്സ്. ഇനിയും വീടുകൾ വെക്കാം ചേച്ചിക്ക്. അല്ല, ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം.
അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ചേച്ചി കുറെ ചെയ്തിട്ടുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റിന്റെ പിന്നെന്താ കുക്കറി വെയറോ അല്ല, ടപ്പർ വെയർ. ടപ്പർ വെയറിന്റെ അത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ചേച്ചി എപ്പോഴും ഈ സീരിയലൊക്കെ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ? ഭയങ്കരമായിട്ട് ബിസി ആവുന്നതിന് മുന്നെയാണ്, തുടങ്ങിയ കാലഘട്ടത്തിൽ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാ. ആദ്യമായിട്ട് ചെയ്തതാ, രണ്ടും ഭയങ്കര സക്സസ് ആയിരുന്നു. അതൊക്കെ ചെയ്തത് അതോ കൂടെ? ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പറഞ്ഞു, അവരിവിടെ ഉള്ളതല്ല, അവര് കണ്ണൂരുള്ളതായിരുന്നു. അപ്പൊ അവർക്ക് നമ്മള് ഇതെല്ലാം, ഞാൻ വെച്ചാൽ ഈ കുറച്ച് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ, ക്ലാസിക്കൽ ഡാൻസറൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ കലാപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അവിടെ വരും. അവിടെ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ നാടൻ കലകള് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലുണ്ട്. ഭരതനാട്യം, പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ, മോഹിനിയാട്ടം, കളരിപ്പയറ്റ്, ഓട്ടംതുള്ളല്, പിന്നെ ഇത് തെയ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതില്. കണ്ണൂരിൽ നിന്ന് തെയ്യമൊക്കെ കൊണ്ടുവന്നു. കാരണം അവര് കണ്ണൂരായതുകൊണ്ട് അവിടുന്ന് തെയ്യം കാരണം ഇവിടുന്ന് തെയ്യം, കഥകളി, കളരിപ്പയറ്റ്, പിന്നെ കുറച്ച് ഈ മറ്റേ എന്താ പറയാ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, കുറെ നാടൻ പാട്ട്, പുള്ളുവൻ പാട്ട്, അങ്ങനത്തെ നമ്മുടെ നാടനായിട്ടുള്ള ശരിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചേച്ചി അതൊക്കെ നിർത്തിയത്? അല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത്. കൂടി അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത്. സിനിമയിലൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ. പക്ഷെ നമ്മള് പിന്നെ ഇതിലങ്ങ് തിരക്കായി. പിന്നെ അവരോട് ചെയ്യാൻ പറഞ്ഞു. അവരിപ്പോഴും ചെയ്യേണ്ടത്. പക്ഷെ അവര് ആ പുള്ളിക്കാരൻ ഇപ്പോഴും ചെയ്യേണ്ടത്. ഇത്രയും തിരക്കായിട്ടൊന്നും അല്ല, ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ കിട്ടും അവര്. ഞാൻ ക്ലാസ് ഒക്കെ ഇതിനൊപ്പം പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അവര് എൻ്റെ അത് ക്ലാസ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരും അങ്ങനെ പോകുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ പല രീതിയിലുള്ള ചെയ്തു എന്ന് പറഞ്ഞല്ലോ, റിയൽ എസ്റ്റേറ്റും മറ്റേ എന്താ ടപ്പർ വെയറിൻ്റെ കാര്യങ്ങളും, ഇതെല്ലാം പലതും ചേച്ചി ചെയ്തു എന്ന് പറഞ്ഞു. ഇതിലൊക്കെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ്, നല്ല ചുടുചെടിയായിട്ട് ഇൻട്രസ്റ്റിങ്ങോടെ ചെയ്തതിൽ ഏത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഈ സ്ഥലക്കച്ചവടം അത്ര ഈസിയാണോ ചേച്ചി? സ്ഥലക്കച്ചവടം അങ്ങനെയൊന്നുമല്ല, കൺസൾട്ടൻ്റായിട്ടാണ് കൂടുതൽ നിൽക്കണേ ഞാൻ. ഇപ്പോൾ ഒരു സ്ഥലം ആരെങ്കിലും കാണിച്ചാൽ അത് പോയി, എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓട്ടോ പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ആൾ വരുമ്പോൾ ഞാൻ പറയും ഇന്ന ഒരാൾ വരും, അവരെ കൊണ്ട് ആ സ്ഥലം കാണിച്ചേക്കണം, അവർ കൊണ്ടേ കാണിക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്കെപ്പോഴും പോകാൻ പറ്റില്ലല്ലോ, ഇവരെ കാണിച്ചു വെക്കുമ്പോൾ അവർ കൊണ്ടുപോയി കാണിക്കും. പിന്നെ അത് ഉറപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നടക്കും. അങ്ങനെ ഞാൻ കണ്ട സ്ഥലമാണ് ഞാൻ പിന്നെ മേടിച്ചത്. ചേച്ചി വാങ്ങിയ ആ വീട് വെച്ച സ്ഥലം. അതല്ലേ ഞങ്ങളന്ന് വന്നേ അവിടെ. ഓക്കെ. അപ്പൊ ആ സമയത്ത് ചേച്ചി ഒരേ സമയത്ത് 9 സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടാണ് വീട് വെച്ചത്. അതിൽ ഒരു സീരിയലിൽ ചേച്ചി അഭിനയിച്ചപ്പോ എന്തോ ഐസിൽ എന്തോ കിടന്നിട്ട് അഭിനയിച്ചു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് മറ്റേ AR പ്രൊഡക്ഷൻസിന്റെ ഒരു സീരിയല്. അതിനകത്ത് ഐസിന്റെ പുറത്തൊക്കെ കിടന്നിട്ട്, അന്നൊക്കെ ചെറുപ്പാണ്, ഇന്നാണെ പറ്റില്ല, ചത്തു. എന്നാലും അത് ചേച്ചിക്ക് ഇതെങ്ങനെ ഞാൻ ഐസിന്റെ മേളിലൊക്കെ കിടക്കും, അതൊക്കെ അന്നൊരു ത്രില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ ഐസ് ഇങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ഐസിന്റെ മുകളിൽ കിടത്തിയിട്ടാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കണതൊക്കെയാണ്. അപ്പൊ അതിന്റെ മുഖത്ത് കാണും. അപ്പൊ എനിക്ക് ഐസിന് പുറത്തൊന്ന് കിടക്കണം എന്നായിരുന്നു, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അന്നൊക്കെ നല്ല രസമല്ലേ, നമ്മളിങ്ങനെ ഓടി നടന്ന് അഭിനയിക്കണു. ഒരു ദിവസം ഇന്ന് ഒരു ദിവസം തന്നെ 2-3 ക്യാരക്ടറല്ലേ ചെയ്യണേ. ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ എന്ന് വെച്ച് 3 സീരിയലിന്റെ ഷൂട്ടിംഗ്. അപ്പോൾ നമ്മൾ 3 ക്യാരക്ടറായിട്ട് ഓടി. അപ്പോൾ ഒരു ഇതില് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് തിരിച്ചിട്ടാൻ പാടാ, അങ്ങനെ ഓടിയിടന്ന് അഭിനയിക്കാനേ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സീരിയലുകളിലും സിനിമകളിലുമെല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഒരു യങ് ഏജ്, കുട്ടികളായി ആ ഒരു പ്രായത്തിലേക്കൊക്കെ ചേച്ചി ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ചേച്ചി ഇത്രയും വലുതായി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തോന്നുന്നുണ്ട്, അയ്യോ ഞാൻ എൻ്റെ കുട്ടികളെ വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തില്ല, ഞാൻ അവരെ മിസ് ചെയ്തു, അവരെ സ്കൂളിൽ പറഞ്ഞയക്കുക, അവരെ വളർത്തുന്ന ആ ഒരു പീരീഡ് ശരിക്കും മിസ്? അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം, എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. കാരണം പക്ഷേ ഇളയ കുട്ടി 2-ലായപ്പോഴാണ് ഞാൻ ഇങ്ങനെ
ഫീൽഡിലേക്ക് ഇറങ്ങണേ. എന്നാലും അവർ കുറച്ച് മുതിർന്ന അവരുടെ കുഞ്ഞു പ്രായമൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇളയകുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത്, സീരിയലല്ല, ആ സമയത്തൊന്നും സീരിയലും സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നാടകത്തിലാണെങ്കിലും ബാലയിലാണെങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏത് ഇയറിലാണ് അഗ്നിസാക്ഷി? 89 90 എന്നാലും 26 വർഷമായല്ലോ. 26 വർഷം ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇയറോട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ജീവമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അഗ്നിസാക്ഷി ചെയ്തിട്ടും 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരെണ്ണത്തിൽ അഭിനയിക്കണത്. അതുവരെ ഞാൻ പിന്നെ അഗ്നിസാക്ഷിക്ക് ശേഷമാണ് നാടകത്തിൽ അഭിനയിച്ചത്. പിന്നെ നാടകത്തിൽ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മളിപ്പോൾ ചിലപ്പോൾ ദൂരെയാണെങ്കിൽ നമ്മൾ രാവിലെ പോകേണ്ടി വരും. ഇപ്പോൾ കുറച്ച് അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. ഏറ്റവും അടുത്താണെങ്കിൽ നമ്മൾ വൈകിട്ട് പോയാൽ മതി, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല നാടകം. വർഷത്തിലൊരു 100 150 ഒക്കെ ഉണ്ടാവുള്ളൂ. 200 ചെയ്ത ഇത് നാടകമുണ്ട്. ആകെ 2-3 ചെയ്തുള്ളൂ. അപ്പോൾ 2-3 വർഷം ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ പോയപ്പോഴൊക്കെ കുട്ടികൾ ചെറുതായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു. എന്നാലും വീട്ടിലുണ്ടല്ലോ നമ്മൾ, ഫുൾ ടൈം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അപ്പം എന്തായാലും ആ ചെറുപ്പകാലമൊക്കെ ചേച്ചി കൂടെ ഉണ്ടായിട്ടുണ്ട്. അതും ഈ അഗ്നിസാക്ഷിക്ക് ശേഷമാണ്. ഓക്കെ. പിന്നെ അവരുടെ ഒരു വലിയ കാലഘട്ടത്തിലാണ് അവരൊന്ന് കുറച്ച് മുതിർന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നില്ല. അവരടുത്തിരുത്തി പഠിപ്പിക്കണം. പക്ഷെ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ അവര് വലിയ ട്യൂഷനൊന്നും പോയിട്ടൊന്നുമില്ല. ട്യൂഷനൊക്കെ പോയത് 10ാം ക്ലാസ് തൊട്ടാണ്. അതും ആ ഒരു ഇയറേ പോയിട്ടുള്ളൂ. അവർ തന്നെ പഠിക്കുമായിരുന്നു. അവരവരുടെ അമ്മയുടെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അടുത്തിരിക്കുമ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസം പഠിപ്പിക്കും ഇരുത്തി, അല്ലാത്ത ദിവസം അവർ തന്നെ അത് മാനേജ് ചെയ്യുമായിരുന്നു. ഓക്കെ. നിഷ് ചേച്ചിയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു സ്വപ്നം ചേച്ചി നേടിയെടുത്തു, വീട്. ഇനി വേണ്ട വലിയൊരു സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയല്ല, മനസമാധാനത്തോടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ആരോഗ്യത്തോടെ, മനസമാധാനത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിൽ, നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ചേച്ചിക്ക് ആവട്ടെ ചേച്ചി, അങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സമാധാനപരമായിട്ട് ചേച്ചി ഇപ്പോൾ പറഞ്ഞ ചേച്ചിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ്, അതിന് വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് സുഖമായിട്ട് ഞങ്ങളിലേക്ക് നല്ല നല്ല പ്രൊജക്റ്റുകളിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു താങ്ക് യു ചേച്ചി, താങ്ക് യു.